ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുന്നതിന് മുൻപ് തൂക്കം നോക്കിയപ്പോൾ 250 ഗ്രാം ഉണ്ടായിരുന്നു. നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്ററിലെ ഏറ്റവും വലിയ ഹോളുള്ള ഭാഗം വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടാലും മതി. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കണം. ഈ ഒരു സൈസിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവയെ നമുക്കിങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ മൊത്തം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, അളവ് കപ്പിന് 1/4 കപ്പ് വെള്ളം ഇവയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളത്തിൽ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേവുന്നതനുസരിച്ച് ബീട്രൂട്ടിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. അതിൽ വെന്ത് കിട്ടിക്കോളും. ഇനി ഇവ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇവ 4-5 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ 2 വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എരിവുള്ള മുളകാണ്. പിന്നെ തീരെ ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും എടുത്താൽ മതി, കൂടുതലാകണ്ട. 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം അരിഞ്ഞു കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം, അല്ലെങ്കിൽ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. കടുക് ഒത്തിരി അരഞ്ഞു പോകണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നന്നായിട്ട് അരഞ്ഞാൽ അരപ്പിൽ കയ്പ്പ് ഉണ്ടാകും. എന്നിട്ട് അരപ്പ് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് മൊത്തം ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇവ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഈ സമയം മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ചാൽ മതി. ഞാനിവിടെ ഒരു 3 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്തില്ലെങ്കിൽ തൈര് ചേർക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ അളവ് കപ്പിന് 1 കപ്പ് മീഡിയം പുളിയുള്ള തൈരാണ് ചേർക്കുന്നത്. കട്ടത്തൈരാണെങ്കിൽ ഒരു വിസ്കോ ഫോർക്കോ വെച്ച് കട്ടകളൊക്കെ ഒടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇവ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തൈര് ചേർക്കുമ്പോൾ പുളിയില്ലാത്തതോ നല്ല പുളിയുള്ളതോ ചേർക്കരുത്. ഇടത്തരം പുളിയുള്ള തൈര് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് ആവശ്യമായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇവയെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിന് ഞാനിവിടെ ഒരു ചെറിയ പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം. എന്നിട്ട് 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഒരു 10-15 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും ഇവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടാവും. അന്നേരം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇവ നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കണം. അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നെ ഒന്ന് അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്